ഇപ്പൊ ഈ മീശ മാധവന്റെ കാര്യം പറയുകയാണെങ്കിൽ അന്ന് അതിന്റെ ഡ്യൂറേഷന്റെ കാര്യത്തിൽ ലാൽ ജോസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറേഷൻ കാരണം ചിലപ്പോൾ പടം പരാജയപ്പെടുമെന്നൊരു ടെൻഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ജഗതി ചേട്ടനായിക്കോട്ടെ, സലീമായിട്ടാണ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പോൾ സിനിമകളിലും പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത്രയും എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും പഴയതും നമ്മൾ എന്തോ വ്യത്യാസമാണ് എന്താണ് സിനിമയിൽ? അല്ല, എഫേർട്ട് എവിടെയും വേണം. എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ, അല്ലേ? അപ്പം അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു 3-4 പേര് അതിനെക്കുറിച്ച് സിൻസിയറായിട്ട് സംസാരിക്കും, ചർച്ച ചെയ്യും. എന്താണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന് ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ധ്യാൻ. ഞാൻ നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയ സംഭവമുള്ള ഒരാളാണ്. ഇത്രയും സംഭവമുണ്ട്, ചങ്കൂറ്റുമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം, നർമ്മമുണ്ടാവില്ലേ, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടി.